കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം ഈ ദിവസം ശുശ്രൂഷ സമയത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ മുറിവുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്കാം. ഒരു നോട്ടമെങ്കിലും ദൈവമേ കാണിക്കണം. സ്നേഹസ്പർശം നൽകിയ ജീവനിൽ സ്നേഹമായി ശാന്തിയായി മോഹമായി നീ വരൂ കർത്താവായ ഈശോയെ, അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണം. വേദന തീതിനുന്ന ജീവിതങ്ങളാണ് ഞങ്ങൾ. ആരോട് പറഞ്ഞാലും മനസ്സിലാകിയാലത്ത് സങ്കടങ്ങളുമായിട്ടിരിക്കുന്ന അനേക മക്കൾ കർത്താവേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വേദന മുഴുവൻ അങ്ങയുടെ കുരിശിന് ചുവട്ടിൽ വെച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ തരണമേ, ആശ്വാസം തരണമേ, ശക്തി തരണമേ. ഞങ്ങളുടെ ഈ സഹനങ്ങളുടെയൊക്കെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കൃപ നൽകുന്ന അഭിഷേകം തരുന്നൊരു വചനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ സമയത്ത് തമ്മിൽ പ്രവർത്തിക്കട്ടെ. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 10-11 വചനം നല്ലൊരു വചനമാണ്. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ, പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവുമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഈ സഹനത്തിൻ്റെ പവർഫുള്ളായ വചനം, ഈ കൃപയുടെ വചനം, നമുക്ക് അനേക സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച അനേകം വിശുദ്ധരുടെ ജീവിതം, പ്രവാചകന്മാരുടെ ജീവിതം, ആ ജീവിതം നമുക്കൊരു മാതൃകയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. യേശുവിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവ് കൂടുതൽ വിശുദ്ധിയുള്ളതായി തീരാൻ വേണ്ടി, എളിമയുള്ളതായി തീരാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഒരു ഭവനമായിട്ട് നമ്മുടെ ആത്മശരീരങ്ങൾ തീരാൻ വേണ്ടി സഹനങ്ങളെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റൊരു വലിയൊരു വചനമുണ്ട്. ആ വചനമാണ് ഇന്ന് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ കൃപയുടെ വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 മുതൽ 53 വരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ യെശയ്യാ പ്രവാചകന് കിട്ടുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഒന്നാണ് ഈശോയെക്കുറിച്ചുള്ള ദർശനങ്ങൾ. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ യെശയ്യാ പ്രവാചന ഗ്രന്ഥത്തിൽ 3 അധ്യായങ്ങളിലായിട്ട് കർത്താവിൻ്റെ ദാസൻ എന്ന തലക്കെട്ടോടുകൂടി സഭ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള, ഈശോയെക്കുറിച്ചുള്ള, ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെയുള്ള വചനങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ്, ആരാണ് കർത്താവിൻ്റെ ദാസൻ? ആരാണ് കർത്താവിൻ്റെ ദാസൻ? അതാണ് പ്രവാചക ഗ്രന്ഥത്തിലൂടെ യെശയ്യാ പ്രവാചകൻ, ആരാണ് കർത്താവിൻ്റെ ദാസൻ? നമ്മൾ കാണുന്നവരൊക്കെ ആണോ? ശരിക്കും ആരാണ് കർത്താവിൻ്റെ ദാസൻ? യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. ഇതാണ് അതിനകത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യത. അതിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 42-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു വചനമുണ്ട്. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, തെരുവീതിയിൽ ആ സ്വരം ആരും കേൾക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയത്തിരി കെടുത്തുകയില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയില്ല. അതിനുശേഷം പറയുന്നുണ്ട്, അവൻ ബന്ധിതർക്ക് മോചനം കൊടുക്കും, അന്ധർക്ക് കാഴ്ച കൊടുക്കും, തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവർ ഇരുട്ടിൽ നിന്നും മോചിപ്പിക്കുന്ന ശക്തിയോടുകൂടി വരുന്ന, ദൈവത്തിൻ്റെ ശക്തിയോടുകൂടി വരുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി വരുന്ന ഒരു വ്യക്തിയായിരിക്കും
ഒരാളായിരിക്കും കർത്താവിൻ്റെ ദാസനെന്ന് യെശയ്യാ ദർശനത്തിലൂടെ കണ്ടിട്ട് നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ വചനം അത് വളരെ ഹൃദയസ്പർശിയ വചനമാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 49-ാം അധ്യായത്തിലാണ് സഭ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ രണ്ടാമത് പറയാ ഈ കർത്താവിൻ്റെ ദാസൻ്റെ അവൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയുക. ആരാണോ അവെന്ന് പറയുക. അവിടെയാണ് ചങ്കുമുട്ടുന്ന ചില വചനങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഒന്നാമത്തെ വചനം ഇതാണ്. അതായത് യെശയ്യാ 49-ന്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ 1, 2, 3 വചനം പറയും. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നെ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ശരിക്കും അവിടെ പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ടല്ല പറയുന്നത്, ഒരു കൂട്ടായ്മ. ഇസ്രായേൽ എന്നൊരു കൂട്ടായ്മയായിട്ടാണ് ഈ ദാസൻ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന സംഭവം ഒരു കൂട്ടായ്മയായിട്ട്, തീർച്ചയായും ഒരു വ്യക്തിയുടെ ശൈലിയിലാണ് സംസാരിക്കുന്നെങ്കിലും, വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നെങ്കിലും അതിനകത്തിരിക്കുന്നത് ഒരു ജനതയെക്കുറിച്ചുള്ളതാണ്, ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സത്യം പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഹൃദയസ്പർശിയ വചനം 7-ാമത്തെ വചനമാണ്. യെശയ്യാ 49:7. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഓക്കെ, അവിടെ പറയാണ് കർത്താവിൻ്റെ ദാസന് കിട്ടാൻ പോകുന്ന അനുഭവം എന്താ? അത് ഏറ്റവും വെറുക്കപ്പെട്ടവൻ, എല്ലാവരാലും തഴയപ്പെട്ടവൻ. ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട്, ചില ജീവിതങ്ങളിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വരാറുണ്ട്. ആള് തകർക്കപ്പെട്ട ജീവിതം, ഒന്ന് വെറുക്കപ്പെട്ടവൻ. എല്ലാവരും പറഞ്ഞു അവൻ പിഴയാ, അവൾ പിഴയാ, അവൻ ശരിയല്ല, അവൻ നശിച്ചു പോകുന്ന തന്നെയാണ് നല്ലത്, അവനൊരിക്കലും നന്നാകരുത്, അവൻ വളരരുത്, അവന് പരിഗണിക്കുന്നില്ല. ചില കുടുംബത്തിൽ ചില മക്കൾ അങ്ങനെ വളരാറുണ്ട്. ചില കുടുംബത്തിൽ ചില ഭാര്യ ഭർത്താക്കന്മാരങ്ങനെ ആയിത്തീരാറുണ്ട്. നാട് വിട്ടുപോലും പോയിട്ടുണ്ട്, വിദേശങ്ങളിൽ പോലും പോയിട്ടുണ്ട്. തകർക്കപ്പെട്ട ജീവിതങ്ങൾ, ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾ. ഒരിക്കലും കുടുംബം എൻ്റെ അടുത്ത് വരിക, നല്ല വേഷം, നന്നായിട്ട് അല്പം സാമ്പത്തികം ഉണ്ടെന്ന് തോന്നും, എല്ലാവരും നല്ല പെരുമാറ്റം, നല്ല സന്തോഷം. ഞാൻ ചോദിച്ചു, നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യും, എങ്ങനെയാണ് നിങ്ങളുടെ പഴയകാല ജീവിതം എന്ന് പറയുമ്പോൾ ഒറ്റ കരച്ചില്ല. എൻ്റെ അച്ഛോ, അനുഭവിക്കാത്തൊന്നുമില്ല. പക്ഷെ അന്ന് ദൈവം മാത്രം കൂട്ടിനുണ്ടായിരുന്നു, തമ്പുരാൻ മാത്രം കൂട്ടിനുണ്ട്. ഞങ്ങൾ ദൈവത്തെ വഞ്ചിച്ചില്ല അച്ഛോ, ദൈവത്തെ മാത്രം വഞ്ചിച്ചില്ല. എല്ലാവരും ഞങ്ങളെ പഴിചാരി. പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഭയം പറഞ്ഞു, പ്രാർത്ഥനക്കാരി അവരുടെ ജീവൻ തീർന്നു പോവും. എന്തിൻ്റെ ആവശ്യം? ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ? എന്തിനിതുപോലെ കിടന്ന് നിലവിളിക്കുന്നു? എന്തിനിതുപോലെ കിടന്ന് കാറുന്നു? എന്തിനിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു? ഒറ്റപ്പെടുത്തി, കുടുംബക്കാർ പുറത്താക്കി, കൊള്ളരുതാത്തവള്, വെറുക്കപ്പെട്ടവൻ. ഇതേ കർത്താവിൻ്റെ ദാസന്റെ ഒന്നാമത്തെ അവസ്ഥ. അവൻ പോകണ്ട, അവൻ വെറുക്കപ്പെടും. ഞാനും നിങ്ങളും അതെ, കർത്താവിൻ്റെ ദാസിയാകാൻ തീരുമാനമെടുത്തു. ഒരുപക്ഷെ ലോകം നമ്മെ വെറുക്കും. ഈശോ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 17 വരെയുള്ള വചനം വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന, ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട്, അതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും, ലോകം നിങ്ങളെ ശപിച്ചു തള്ളും. അതല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 1 മുതൽ വായിക്കാൻ കാണാൻ പറ്റും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലം വരുന്നു എന്ന് ഈശോ പറയും. നിങ്ങളെ കൊല്ലുന്നവൻ, കാരണം നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ചു, സുവിശേഷത്തെ അതുപോലെ പാലിക്കാൻ ആ പാതയിലൂടെ നടന്നു. നിങ്ങൾ കല്ലും മുള്ളും നിറഞ്ഞ വാതിലൂടെ നടന്നു. അത് കണ്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഇവനോ ജീവിക്കാൻ അറിയത്തില്ലാത്തവൻ, ജീവിതം എന്താണെന്ന് അറിയത്തില്ലാത്തവൻ, പണത്തിന് വേണ്ടി നടക്കാത്തവൻ, ഇവനെന്താ തമ്പുരാന്റെ പേരും പറഞ്ഞവിടെ നടക്കുക, വേറെ പണിയൊന്നുമില്ല.
അവനറിയില്ല ജീവിക്കാൻ, അവനൊന്നും അറിയത്തില്ലാത്തവൻ. പക്ഷേ അവനാണ് പിന്നീട് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. കർത്താവ് അതാണ് അവർ പറയുന്നുണ്ട്, ഏറ്റവും വെറുക്കപ്പെട്ടവൻ. കുടുംബത്തിൽ തഴയപ്പെട്ട ജീവിതമുണ്ട്. അപ്പം പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് മകനെ മാക്സിമം പിടിപ്പിച്ചു. ഭാര്യയെ വേണ്ടിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവളെ വെറുത്ത് തള്ളിക്കളഞ്ഞു. പക്ഷേ നമ്മൾ ആരെയൊക്കെ തള്ളുന്നോ ആ തള്ളുന്ന ജീവിതങ്ങൾ, തള്ളപ്പെടൽ അനുഭവിക്കുന്ന മക്കൾ, അതാരുടെ കൈകളെ വീഴുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. വീഴുന്നത് ദൈവത്തിൻ്റെ കൈകളിലാ, തമ്പുരാന്റെ പൊൻകരങ്ങളിലാ ആ മക്കളൊക്കെ പോയി വീഴുന്നത്. അതുകൊണ്ട് അവർ നശിച്ചു പോകില്ല. അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ പോയി വീഴണം. ലോകത്തിലേക്ക് വീഴരുത്. ആരെങ്കിലൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു, ആരെങ്കിലൊക്കെ എന്നെ ഉപേക്ഷിച്ചു, ആരെങ്കിലൊക്കെ എൻ്റെ കുറവുകളെ നാട് മുഴുവൻ പരസ്യപ്പെടുത്തി തകർത്ത് തരിപ്പണാക്കി, ഉടനെ കള്ള് ഷാപ്പിലോട്ട് ഓടരുത്. ഉടനെ പാപത്തിന് വഴി തിരഞ്ഞെടുക്കരുത്. ഉടനെ അടുത്ത ബന്ധം തേടാൻ പോകരുത്. അടുത്ത സ്ത്രീ അടുത്ത പുരുഷൻ്റെ പുറകെ പോകരുത്. അടുത്ത യുവതി യുവാവിൻ്റെ പുറകെ പോകരുത്. അടുത്ത വീട്ടിലോട്ട് കയറാൻ പോകരുത്. ദൂരെ പാപത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്. പാപത്തിൻ്റെ വീടുകളിലേക്ക് പോകരുത്. ഭവനങ്ങളിലേക്ക് പോകരുത്. നീ എവിടെ നിൽക്കുക? നീ പോയി കർത്താവിൻ്റെ കയ്യിലേക്ക് പോയി വീഴുക. കർത്താവിൻ്റെ കുരിശിൻ്റെ ചവിട്ടിലേക്ക് നീ പോയി വീഴുക. ആ കൈകളിലേക്ക് നീ വീണ് കൊടുക്കുക. കർത്താവേ, ഇതാ ദാസൻ, ഇതാ ദാസി, താർക്കപ്പെട്ടവനാ തമ്പുരാനെ. കണ്ണുനീരുകൊണ്ട് ഞാൻ മടുത്തു. ഉറങ്ങാത്ത രാത്രികൾ, സന്തോഷം കിട്ടാത്ത രാത്രികൾ. എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ അപ്പനമ്മ എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ സമ്പത്ത് തകർന്നു, ജോലി സ്ഥലത്തെ പ്രശ്നം, ഭാവി പ്രശ്നം. എല്ലാവർക്കും ഞാനൊരു എന്തൊരു പ്രശ്നക്കാരിയാ. ആർക്കും എന്നോട് താല്പര്യമില്ല. ഇത് പറയുമ്പോൾ പേടിക്കരുത്. ഇവിടെ ഒരു വചനമുണ്ട്, കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസിക്ക് ഇങ്ങനൊരു അനുഭവം കൂടി ഉണ്ടാകുമെന്ന് തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വചനം, ജനതകളാൽ നിന്ദിക്കപ്പെടുന്ന ജീവിതം, നിന്ദിക്കപ്പെടുകയാ, തോൽക്കപ്പെടുക, ഒരുപാട് തോൽവി അനുഭവിച്ച ജീവിതം, നിന്ദിക്കപ്പെടുകയാണ്. എവിടെ ചെന്നാലും, എവിടെ അധ്വാനം, അവിടെ എല്ലാം നിന്ദനം വഹിക്കേണ്ടി വരും ജീവിതം. മൂന്നാമത് പറയുക, ഭരണാധികാരികളുടെ ദാസനുമായ, അധികാരികൾ കാണുന്നത് ദാസൻ, അല്ലാണ്ട് വേറൊന്നുമില്ല. കഴിവില്ലാത്തവൻ, ഇവരൊന്നിനും കൊള്ളുകയല്ലേ, ഔട്ടടിച്ചിരിക്കുക, പുറത്താക്കിയിരിക്കുക, വില കുറഞ്ഞവൻ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുക. എഫിഷ്യൻ്റ് അല്ല, ഹീസ് നോട്ട് എഫിഷ്യൻറ്റ്. നമ്മളുമായിട്ട് ചേരുന്നില്ല. അവന് അധികാരമൊന്നും വേണ്ട, അവനവിടെ നമ്മുടെ കൂടെ ഒരു ഭിക്ഷക്കാരനായിട്ട് പോട്ടെ, ഇങ്ങനെ കരുതിക്കൊണ്ട് ദാസനായിട്ട് കാണുന്ന അവനോട് പറയുക. ശരിക്കും ഒരു വ്യക്തിയെ പറയുമ്പോൾ ഒരു ജനതയും കൂടെയാണ് ഇസ്രായേൽ ജനം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ. അവർ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിനുള്ളിൽ ദൈവാരാധനയിൽ ഉറച്ചു നിന്ന മക്കളുണ്ട്. സത്യവിശ്വാസം തള്ളിക്കളയാത്ത മക്കൾ, ദൈവപ്രമാണങ്ങൾ അണുവിട തെറ്റിക്കാതെ പോയ മക്കൾ. അവർ അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. മറ്റു വിജാതീയമായിട്ട് കൂട്ടിക്കലർന്ന് ഇഷ്ടമുള്ള അവരുടെ വഴികളിലൂടെ ഇവർ പോയിരുന്നെങ്കിൽ ഈ പ്രവാസവും ഈ വേദനയും ഈ ദുഃഖവും ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പാപത്തിനോട് കൈകോർത്തിരുന്നെങ്കിൽ, ഓരോ തിന്മയുടെയും തോളില് കൈയിട്ടിരുന്നെങ്കിൽ, വ്യഭിചാരത്തിന് കൈയിട്ടിരുന്ന, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മദ്യപാനിയുടെ തോളിൽ കൈയിടാൻ പോയിരുന്നെങ്കിൽ, വ്യഭിചാരിയുടെ വേശ്യയുടെ ജീവിതത്തിലേക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ, ഏകദൈവ വിശ്വാസം തള്ളിക്കളഞ്ഞുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ അനർത്ഥമൊന്നും ഉണ്ടാകില്ല. ഈ ദുരിതം, ഈ തള്ളപ്പെടുന്നില്ലായിരുന്നു. ഒരുപക്ഷെ കൂടുതൽ ആഘോഷിക്കാമായിരുന്നു. പണത്തിന്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ, എല്ലാവരും പോകുന്ന പോലെ പോയിരുന്നെങ്കിൽ ഈ വേദന, ഈ വെറുക്കപ്പെടാൻ, ഈ നിന്ദിക്കപ്പെടാൻ ഇടയാകില്ലായിരുന്നു, ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. അന്തസ്സോടുകൂടി മറ്റുള്ളവർ പറയുന്ന ഒരു പ്രത്യേകതരം അന്തസ്സുണ്ടല്ലോ, പാപത്തിന്റെ അടിത്തറയിൽ മുകളിൽ ഒരു വെളുത്ത വസ്ത്രം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടുള്ള സുഖകരമായിട്ട് സല്ലപിച്ചുകൊണ്ട് ആർഭാടത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഒരു പ്രത്യേകതരം ഒരു സുഖം, ഒരു പ്രത്യേകതരം സ്ഥാനം. പക്ഷേ പാപത്തിന്റെ മുകളിലാണ് അവനെല്ലാം പണിതുയർത്തിയിരിക്കുന്നത്. അവിടെ കാണുക, ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനാണ്. ദാസനായിട്ടാ, വിലയില്ലാത്തവൻ, ദാസൻ, അടിമയായിട്ട്. അതാണ് ഇത് ദൈവത്തിന് ദാസൻ പോകേണ്ട വഴിയാ. ഈ സുവിശേഷത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേ വിധത്തിലുള്ള വേദനയോടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ദാസനാവട്ടോ, ദാസിയ. എല്ലാവരും തള്ളിക്കോട്ടെ,
ഒന്നും പേടിക്കണ്ട. ഈ വചനത്തിന് 2ാം ഘട്ടം പറയുക, ഇസ്രായേലിലെ പരിശുദ്ധനായും വിമോചകനുമായ കർത്താവ് ഇവനോട് പറയുകയാണ്, ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഇത് ശരിക്കും നമ്മൾ ഈ വചനത്തിന് ശേഷം ഇതുപോലത്തെ ഒരു സംഭവം കാണും. വെളിപാട് പുസ്തകത്തിലാണ് കാണുന്നത്. ഉദ്ധിതനായ കർത്താവ് സ്വർഗത്തിൽ കുഞ്ഞാടായിട്ട് നിൽക്കുമ്പോൾ, അഭിഷേകത്തിൻ്റെ ഉദ്ധിതനായിട്ട് നിൽക്കുമ്പോൾ പ്രഭുക്കന്മാര് സാഷ്ടാംഗം വീഴുന്ന കാണാൻ പറ്റും, രാജാക്കന്മാര് കുമ്പിടുന്ന കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വെച്ച് തകർത്ത് തരിപ്പണമാക്കിയില്ലേ, ക്രിസ്തുവിനെ മാക്സിമം അടിച്ച് ചതച്ചില്ലേ, അവനെ മാക്സിമം പിടിപ്പിച്ചില്ലേ, കുറിച്ച് തറച്ച് കൊന്നില്ലേ. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, പക്ഷെ വിശ്വസിക്കുക പോലും ചെയ്തില്ല. എതിർത്തവരുണ്ട്, ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കൂടെ വസിക്കുന്നു. അവൻ്റെ മുമ്പിൽ അവസാനം ഈ രാജാക്കന്മാര് അടിയറക്കുകയാ. അതല്ലേ 3 രാജാക്കന്മാര് വന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ശിശുവായ അല്ലെ ബെത്ലഹേമിൽ പറന്നു വീണ ഉണ്ണിമിശിഹായുടെ മുമ്പിൽ കുന്തിരിക്കവും പൊന്നും മേറെയൊക്കെ സമർപ്പിക്കുമ്പോൾ രാജാവ് കുമ്പിടേണ്ടി വരും, രാജാവ് കുമ്പിടേണ്ടി വരും. ഈ ലോകത്തിലെ മുഴുവൻ രാജാക്കന്മാരും കർത്താവിൻ്റെ ദാസന്റെ മുമ്പിൽ, ദാസിയുടെ മുമ്പിൽ, വിശുദ്ധരുടെ മുമ്പിൽ കുമ്പിടേണ്ടി വരും. ക്രിസ്തുവിൻ്റെ എല്ലാറ്റിലും ഉപരി ഏറ്റവും വലിയ ദാസനായ യേശു മിശിഹ കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തി മരിച്ചവൻ, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ബലിയർപ്പിച്ചവൻ, പാപപരിഹാര ബലിയായി തീർന്നവൻ, ദിവ്യകാരണത്തിലൂടെ പരിശുദ്ധ കുർബാനയുടെ തിരുസഭയിലൂടെ നമ്മുടെ കൂടെ വസിക്കുന്നവൻ, അവൻ്റെ മുമ്പിൽ ഇന്ന് നീ കുമ്പിടുന്ന പോലല്ല, നീ വേറെ കുമ്പിടുന്ന നടക്കാൻ പോവുക. അതിനൊരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. നീ ദാസനായിട്ട് കണ്ടേക്കരുത്. കർത്താവിന് ദാസനെ നീ അടിമയാക്കരുത്, കർത്താവിൻ്റെ ദാസനെ നീ വെറുക്കരുത്. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ആരെങ്കിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരൊക്കെ ഭയപ്പെട്ടോണം, അവരെ അനുകരിക്കണം, അവരെ തള്ളിക്കളയരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വചനം പഠിപ്പിക്കുക. തകർക്കപ്പെടുന്നവൻ, വെറുക്കപ്പെടുന്നവൻ, ഒറ്റപ്പെടുന്നവൻ, ദാസനായി പോകുന്നവൻ, വീട്ടുവേല പോലെ ആയിപ്പോയി, ജീവിതം തന്നെ തകർന്നുപോയി. ചില ജീവിതങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ആ വേദനത്തിൻ്റെ മക്കൾ മനസ്സുരുകി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ ഉയർത്താൻ പോവുക, കർത്താവ് നിന്നെ മഹത്വപ്പെടുത്താൻ പോവുക, കർത്താവ് നിന്റെ സഹനത്തിന് പ്രതിഫലം തരും. 100% നിന്റെ കണ്ണുനീരിന് ഉത്തരം തരും. നേരെ മറിച്ച് ഈ സമയത്ത് വഴിവിട്ട ചിന്തകൾ നീ എടുക്കരുത്. ഈ സഹനം മാറ്റാൻ വേണ്ടി, കർത്താവ് നിനക്ക് അനുവദിച്ച ഈ പീഡനം മാറ്റാൻ വേണ്ടി പാപത്തിൻ്റെ മാർഗം നീ തിരഞ്ഞെടുക്കരുത്. എളിമയോട് നീ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ മക്കളുടെ മേൽ അങ്ങനെ കൃപ വർഷിക്കണേ. കൂടുതൽ സഹിക്കാൻ, കൂടുതൽ സന്തോഷിക്കാൻ, സഹനത്തിൽ ആനന്ദം കണ്ടെത്താൻ, ലക്ഷ്യം കണ്ടെത്താൻ ഈ ദൈവജനത്തിൻ്റെ കർത്താവേ അങ്ങ് പ്രത്യേകം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറെ പവർഫുള്ളായിട്ട് ശക്തിയോടുകൂടി ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. കൃപയ്ക്കുമേ കൃപ, സഹചാരോ മറഞ്ഞു, നന്ദി പറയുന്നു. മാതാപിതാക്കളും കൈവെടി, ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ നീ തൊടുമോ, വലിയ അഭിഷേകം വ്യാപിക്കട്ടെ. മാതാപിതാക്കളും കൈവെടിഞ്ഞു, ദൈവമേ ഈശോയെ നീ തൊടുമോ. ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് എല്ലാ മക്കളെ തരുന്നു. മാതാപിതാക്കളിൽ നിന്ന് തിക്താനുഭവം അനുഭവിക്കുന്ന മക്കള്, ജീവിത പങ്കാളിയിൽ നിന്ന് തീരാത്ത ദുഃഖം സ്വീകരിക്കേണ്ടി വന്ന മക്കള്, സ്വന്തം മക്കളിൽ നിന്ന് തിരസ്കരണം അതിൻ്റെ മാക്സിമത്തിൽ അനുഭവിച്ച മാതാപിതാക്കള്, സ്വന്തം മാതാപിതാക്കളുടെ ജീവിതം കണ്ട് തകർന്നിരിക്കുന്ന മക്കൾ, അധികാരികളാൽ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് തകർക്കപ്പെട്ട ജീവിതങ്ങൾ, പ്രിയപ്പെട്ടവരാൽ സ്നേഹിതരാൽ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാൽ വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ദുരുപയോഗിക്കപ്പെടുകയും ചെയ്ത മക്കൾ, ഒത്തിരി സ്നേഹം പ്രതീക്ഷിച്ചവരിൽ നിന്ന് തിരസ്കരണവും തള്ളപ്പെടലും നിന്ദനങ്ങളും പരിഹാസവും അനുഭവിച്ച മക്കൾ, എല്ലാം ഉണ്ടായിട്ട് ഇന്നൊന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിയ മക്കൾ,
എല്ലാം നഷ്ടപ്പെട്ട മക്കൾ, മുറിവിൻ്റെ ജീവൻ നയിക്കുന്ന മക്കൾ, തകർച്ചയുടെ ജീവൻ നയിക്കുന്ന മക്കൾ, ഈശോയെ അവരെ മുഴുവനോടെ അങ്ങയുടെ തിരുമുറിവിലേക്ക് ചേർത്ത് വെക്കുന്ന കർത്താവേ, ഈശോ ഒരു നോട്ടമെങ്കിലും എൻ്റെ ഈശോയെ നിന്നെ സ്നേഹസ്പർശനം നൽകിയ ജീവനെ സ്നേഹമായി ശാന്തിയായി മോഹമായി വരൂ ഈശോ. ഇപ്പോൾ തന്നെ ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കള്, ഞങ്ങൾ പറയുന്ന ആരും മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ വേദന ആരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ അവസ്ഥ ആരോട് പറഞ്ഞാലും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് തീ തിന്നുകയാണ്, അഗ്നി തടാകത്തിലാണ് ജീവിക്കുന്നത്, എൻ്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയാം, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെയായി തീർന്നതെന്ന് ദൈവമേ നിനക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്ന പല ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈശോയെ, ആ ജീവിതങ്ങളുടെ മേൽ അങ്ങയുടെ കർത്താവേ നിന്റെ കൃപ വർഷിക്കണം. കർത്താവേ, അങ്ങയുടെ ദാസൻ തള്ളപ്പെടേണ്ടവനാ. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ പരിഹസിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, എല്ലാം അവിടെ പറയുന്നുണ്ടല്ലോ. കർത്താവേ, സഹനങ്ങളിൽ കൂടിക്കൂടി വരുമ്പോൾ ഞങ്ങൾ അങ്ങയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണെന്ന് ഉള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, പൈശാചിക പീഡനങ്ങളിൽ നിന്ന് ഈ മക്കളുടെ കുടുംബങ്ങൾക്ക് മോചനം കൊടുക്കണമേ. സാത്താൻ്റെ പിടിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വിടുന്നു കൊടുക്കണമേ. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെ, നിരാശയുടെ, സാത്താൻ്റെ എല്ലാവിധ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ച് ഇപ്പം തന്നെ കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദാ കർത്താവിൻ്റെ ആശീർവാദം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, പവർഫുള്ളായ നിമിഷം നമ്മൾ ജീവിക്കുന്ന കർത്താവ്, അപ്പത്തിൽ വാഴുന്ന കർത്താവ്, തിരുവോസ്വരൂപനായ ഈശോ നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്നു, സഭയെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. ഈ ലോകം മുഴുവനുമുള്ള 10,000-കണക്കിന് കോടിക്കണക്കിന് മക്കളെ കർത്താവിത ആശീർവദിക്കുന്നു. മുറിവേറ്റ മക്കളെ കർത്താവിന് തിരുമുറിവിലേക്ക് നോക്കി നിങ്ങൾ ശക്തി സംഭരിക്കുക. അഭിഷേകം വ്യാപിക്കട്ടെ, അഭിഷേകം വ്യാപിക്കട്ടെ, 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 വ്യാപിക്കട്ടെ.